സർ CUT എക്സാമിന് ഫിസിക്സിന്റെ സിലബസ് എന്താ? കുറെ ദിവസമായിട്ട് കുറെ ആളുകൾ കമന്റ് സെഷനിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് CUT ഫിസിക്സ് സിലബസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. CUT സിലബസ് നമ്മൾ നോക്കുന്ന സമയത്ത് 10ഓളം യൂണിറ്റുകളായിട്ടാണ് ഫിസിക്സിനെ അവർ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ യൂണിറ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, അതിൽ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഡീറ്റെയിൽ മക്കൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ആ പ്രിപ്പറേഷൻസ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ആഗ്രഹിച്ച കിഡ്ലൻ കോളേജസിൽ പോയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ യൂണിറ്റുകൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. മക്കൾക്ക് അറിയാം, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സും അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന രണ്ട് ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള യൂണിറ്റ് ആണ് എന്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതാണ് സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ വൈസ് പറയുമ്പോൾ നമ്മുടെ 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്ററിന്റെ കോമ്പിനേഷൻ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസവും മാഗ്നറ്റ്സ് ആൻഡ് മാറ്ററും വരുന്ന ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള രീതിയിൽ 3ാമത്തെ യൂണിറ്റ് ആയിട്ടാണ് അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും AC-യും 4ാമത്തെ യൂണിറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് 5ാമത്തെയും, ഒപ്റ്റിക്സ് റേ വേവ് ഒപ്റ്റിക്കുകൾ 6ാമത്തെ യൂണിറ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡുവൽ നേച്ചർ എന്ന് പറയുന്നത് 7ാമത്തെയും, 8 ആറ്റംസ് ന്യൂക്ലിയന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് യൂണിറ്റ് വരുന്നത്. 9ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസിന്റെ യൂണിറ്റ് ആണ്. 10ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ പല മക്കളും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം ഉള്ളിലെങ്കിലും വന്നിട്ടുണ്ടാവും, സാറേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അത് ഡിലീറ്റഡ് അല്ലേ? ആ ചാപ്റ്റർ തന്നെ ഇപ്പൊ പുതിയ ബുക്കിലില്ലല്ലോ. ഇല്ല, പക്ഷേ CUT-യുടെ ഒഫീഷ്യൽ സിലബസിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പല ടോപ്പിക്സും പല ചാപ്റ്റേഴ്സിലുണ്ട്, അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. പഴയ ഓൾഡ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് CUT-ക്ക് ഒഫീഷ്യലി വന്നിട്ടുള്ളത് എന്നാണ് മക്കളുടെ ആദ്യം തന്നെ പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ നോക്കി കാണുന്ന സമയത്ത് സാർ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്? ഇലക്ട്രിക് ചാർജ് ആൻഡ് ദെയർ കൺസർവേഷനെ കുറിച്ച് മക്കൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ധാരണ ഉണ്ടാവണം. കൂളംസ് ലോ അറിയണം. ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് മക്കൾക്ക് ഐഡിയ വേണം. ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസും അതിന്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനും ഇതിനെക്കുറിച്ച് ഒരു ധാരണ മക്കൾക്ക് വേണം. പിന്നെ ഇലക്ട്രിക് ഫീൽഡ്, അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്, ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഡൈപോൾ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്, അതുപോലെ ടോർക്ക് ഓൺ എ ഡൈപോൾ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. അവിടെ തീരുന്നില്ല. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഇച്ചിരി വലിയ യൂണിറ്റ് ആണ്, മക്കൾക്ക് അറിയാം. ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഗോസസ് തിയറത്തെ കുറിച്ചിട്ടും അതിന്റെ അപ്ലിക്കേഷനെ കുറിച്ചിട്ടൊക്കെ ഐഡിയ വേണം. ഇൻഫൈനൈറ്റ് ലോങ് സ്ട്രേറ്റ് വയറിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താനുള്ള എക്സ്പ്രഷൻസ് കാര്യങ്ങൾ ഡിറൈവ് ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ ഐഡിയ വേണം. പിന്നെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സംഭവം തന്നെയാണ്. ഷെല്ലിന്റെ കേസ്, പ്ലെയിൻ ഷീറ്റിന്റെ കേസ്, കാര്യങ്ങളൊക്കെ നോക്കുക. ക്ലിയർ? ഇനി അടുത്ത കേസിൽ പൊട്ടൻഷ്യലിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, പോയിന്റ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഡൈപോൾ ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസും ഡൈപോളും ആ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ബോർഡ് എക്സാമിന് വരെ സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ്, മക്കൾക്ക് അറിയാം. പിന്നെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി, അതേപോലെ തന്നെ ഇലക്ട്രിക് ഡൈപോൾസ് ഇൻ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഡൈപോൾസിന്റെ കേസ് വരിക തുടങ്ങിയ സംഭവങ്ങളൊക്കെ മക്കൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി അടുത്തത് അവിടെ അവസാനിക്കുന്നില്ല. കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സ്, ഫ്രീ ചാർജസ്, ബൗണ്ട് ചാർജസ് ഇൻസൈഡ് കണ്ടക്ടർ, ഡൈലക്ട്രിക്സ്, ഇലക്ട്രിക് പോളറൈസേഷൻ തുടങ്ങിയിട്ടുള്ള ഈ രീതിയിൽ ഇതിന്റെ കോണ്ടന്റ്സ് അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വരുന്നുണ്ട്. പിന്നെ അത് വിത്തൗട്ട് ഡൈലക്ട്രിക് മീഡിയം കേസസ് നോക്കണം. വാൻഡിഗ്രാഫ് ജനറേറ്റർ നോക്കണം. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. അപ്പൊ ഇതിൽ തന്നെ പല കേസുകൾ, വാൻഡിഗ്രാഫ് ജനറേറ്ററിന്റെ കേസും പലതൊക്കെ മക്കൾ പലപ്പോഴും നോക്കിയിട്ടുണ്ടാവില്ല. ചില പുതിയ ടെക്സ്റ്റിലൊക്കെ പല ടോപ്പിക്സും പല കാര്യങ്ങളും കുഞ്ഞു പല കാര്യങ്ങളൊക്കെ ഡിലീറ്റഡ് ഉണ്ടായിരുന്നു. ബോർഡിനെ പലതും നോക്കിയിട്ടില്ലെങ്കിൽ അതും കൂടെ ഈ പറഞ്ഞ എൻ്റെ കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ട് നോക്കണം എന്നാണ് പറയുന്നത്. CUT-ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയാനുള്ളത് കേട്ടോ. അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന അത്യാവശ്യം കോണ്ടന്റ്സ് ഉള്ള ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്, മക്കൾക്ക് അറിയാം. ആ ചാപ്റ്ററിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള കോൺസെപ്റ്റ്, ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്, മെറ്റാലിക് കണ്ടക്ടർ, ഡ്രിഫ്റ്റ് വെലോസിറ്റി കേസുകൾ, പിന്നെ മൊബിലിറ്റി, പിന്നെ ഓംസ് ലോന്റെ കേസുകൾ, VI Cap 6, പിന്നെ അതേപോലെ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ഏരിയ, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ മക്കൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇൻസിഡന്റ് ഓർഡറിൽ പഠിക്കേണ്ടതാണ്, പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അടുത്തത് കാർബൺ റെസിസ്റ്റേഴ്സിന്റെ കേസ് ഉണ്ട്, കളർ കോഡ് കാർബൺ റെസിസ്റ്റേഴ്സിന്റെ കേസ് ഉണ്ട്, സീരീസ് പാരലൽ കോമ്പിനേഷൻസ് നോക്കണം, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ്, ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് എങ്ങനെ വാരി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളടക്കം നോക്കി വെച്ചേക്കണം. ക്ലിയർ? അടുത്ത കേസ് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ കേസ്, സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ കേസ് നോക്കണം. പൊട്ടൻഷ്യൽ
പൊട്ടൻഷ്യൽ ഡിഫറൻസ്, EMF ഓഫ് എ സെല്ല്, കോമ്പിനേഷൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. ക്രിച്ചോഫ് ലോ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ് തുടങ്ങിയ ഡിവൈസുകൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം, നോക്കി വെച്ചേക്കണം. ക്ലിയർ? അതേപോലെ തന്നെ പൊട്ടൻഷ്യോമീറ്ററിന്റെ കേസ്, അതിന്റെ പ്രിൻസിപ്പിൾ, ആപ്ലിക്കേഷൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കേസസ്, പിന്നെ കമ്പയറിംഗ് EMF ഓഫ് 2 സെൽസ്, 2 സെല്ലുകളുടെ EMF നമ്മൾ കമ്പയർ ചെയ്യുന്ന കേസസ് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കണം. പിന്നെ മെഷർമെന്റ് ഓഫ് ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ, ഒരു സെല്ലിന്റെ ഇന്റർണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസുകളൊക്കെ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കറന്റ് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത 2 ചാപ്റ്റേഴ്സ് മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ്, മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം, മാഗ്നറ്റ്സ് ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ്. അതിൽ എന്തൊക്കെയാണ്? കൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈസ്റ്റേർഡ്സ് ലോ, ഈസ്റ്റേർഡ്സ് എക്സ്പെരിമെന്റ്, ബയോ-സവാർട്ട്സ് ലോ, അപ്ലിക്കേഷൻസ് ഓഫ് കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പിന്റെ അപ്ലിക്കേഷൻസ് കാര്യങ്ങൾ, പിന്നെ ആംബിയർ സർക്യൂട്ടൽ ലോ അതിന്റെ അപ്ലിക്കേഷൻസ്, ഇൻഫൈനൈറ്റ് ലോങ് സ്ട്രൈറ്റ് വയറിന്റെ കേസസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ടൊറോയിഡിന്റെ കേസ്, അങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കുക. ഫോഴ്സ് ഓൺ എ മൂവിംഗ് ചാർജ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ്, സൈക്ലോട്രോൺ അതിന്റെ കേസുകളും കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നുണ്ട്. ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറന്റ് ക്യാരിങ് കണ്ടക്ടർ പറയുന്നുണ്ട്. ഡെഫിനിഷൻ ഓഫ് ആംബിയർ, ടോർക്ക് എക്സ്പീരിയൻസ് ഓൺ എ കറന്റ് ക്യാരിങ് ലൂപ്പ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, മൂവിംഗ് കോയിൽ ഗാൽവോമീറ്ററിന്റെ കേസ് അവിടെ വരുന്നുണ്ട്. കറന്റ് സെൻസിറ്റിവിറ്റി കൺവേർഷൻ ടു അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ. ഓക്കെ, എങ്ങനെയാണ് അമ്മീറ്റർ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു സെഷൻ, അത് കൃത്യമായിട്ട് നോക്കുക. ഞാൻ വീണ്ടും പറയുന്നു, കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം. ഓരോ ടോപ്പിക്സ് ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ കറന്റ് ലൂപ്പ്, അതിന്റെ മാഗ്നറ്റിക് ഡൈപോളിന്റെ കേസസ്, ഇലക്ട്രിക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു മാഗ്നറ്റിക് ഡൈപോൾ എന്നുള്ള കേസ് പറയുന്നുണ്ട്. പിന്നെ ടോർക്ക് ഓൺ മാഗ്നറ്റിക് ഡൈപോൾ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ബാർ മാഗ്നറ്റ് ആസ് ഈക്വൽ ടു സോളിനോയിഡ്, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് എലമെന്റ്സ് എന്ന് പറയുന്ന കാര്യം, പാര, ഡയ, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് വിത്ത് എക്സാമ്പിൾസ്, ഇലക്ട്രോ മാഗ്നറ്റ്സ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദെയർ സ്ട്രെങ്ത്, പെർമനന്റ് മാഗ്നറ്റ് തുടങ്ങിയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ, നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാം. പാരഡയ, ഫെറോ, മാഗ്നറ്റ്സ് ആൻഡ് മാറ്റർ എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളാണ്. അത് ഇൻക്ലൂഡിങ് ഇത്രയും കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് നോക്കി വെക്കണം. കൃത്യമായിട്ട് ഒരു ധാരണ മക്കൾക്ക് വേണമെന്നാണ് പറയാനുള്ളത്. ഓക്കെ, അടുത്ത കേസിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെയും എസിയുടെയും കേസിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ഒരു കൃത്യമായ കോൺസെപ്റ്റ് മക്കൾക്ക് ഉണ്ടായിരിക്കണം. ഫാരഡേസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ഫാരഡേസ് ലോ കൃത്യമായിട്ട് അറിയണം. ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ കോൺസെപ്റ്റ് അറിയണം. ലെൻസസ് ലോ അറിയണം. എഡി കറൻസ്, അതൊക്കെ പലപ്പോഴും അല്ലെ മക്കൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അതൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാനൊന്നുമില്ല. ആ ഒരു ഐഡിയ വേണം. സെൽഫ് മ്യൂച്വൽ ഇൻഡക്ടൻസ് വേണം. പിന്നെ അതേപോലെ തന്നെ എസിയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പീക്ക് RMS വാല്യൂ ഓഫ് അൾട്ടർനേറ്റിംഗ് കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ഇംപെഡൻസ് വേണം. LC ഓസിലേഷൻ വേണം. LCR സർക്യൂട്ട്, റെസൊണൻസ്, പവർ ഇൻ AC സർക്യൂട്ട്, വാട്ട്ലെസ് കറണ്ട്, AC ജനറേറ്റർ, ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഡിവൈസുകൾ അടക്കം നോക്കി വെച്ചേക്കണം. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും മക്കൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താണെന്നുള്ള കൃത്യമായ കോൺസെപ്റ്റ് ഉണ്ടാക്കി വെക്കുക, എന്താണെന്നുള്ള സംഭവം മനസ്സിലാക്കി പോവുക കേട്ടോ. അടുത്ത കേസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്, അധികം വലിയൊരു ചാപ്റ്റർ ഒന്നും അല്ല. പക്ഷെ അതിൽ ഇത്രത്തോളം ടോപ്പിക്സ് നമ്മൾ NCERT മക്കൾ നോക്കി പോകണം. എന്തൊക്കെ? നീഡ് ഫോർ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അത്രയും കാര്യങ്ങൾ നോക്കി പോവുക. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അറിയണം, ഇൻക്ലൂഡിംഗ് എലമെന്ററി ഫാക്ട്സ് അബൌട്ട് ദെയർ യൂസസ്, അതിന്റെ യൂസുകൾ എന്താ, ഓരോന്നിന്റെ പെർട്ടിക്കുലർ റേഡിയേഷൻസിന്റെ യൂസ്, പർപ്പസ്, കാര്യങ്ങൾ ആ സംഭവം നോക്കി പോവുക. NCERT അതേ ഓർഡർ തന്നെയാണ് ടോപ്പിക്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒപ്റ്റിക്സിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. റേ വേവ് ഒപ്റ്റിക്സിൽ 2 ചാപ്റ്റേഴ്സ് ആണ്, അത്യാവശ്യം കണ്ടൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ചും, സ്ഫെറിക്കൽ മിറേഴ്സിന് മിറർ ഫോർമുല, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന്റെ കേസ്, റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫസസ് അല്ലെ മക്കൾക്ക് അറിയാം. അടുത്തത് ലെൻസസിന്റെ കേസ്, തിൻ ലെൻസ് ഫോർമുല, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, മാഗ്നിഫിക്കേഷൻ, പവർ ഓഫ് ലെൻസ്, കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ്, പിന്നെ അതേപോലെ തന്നെ റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ത്രൂ പ്രിസം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കണം, ധാരണ വേണം. അടുത്ത കേസ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ബ്ലൂ കളർ ഓഫ് സ്കൈ, റെഡിഷ് അപ്പിയറൻസ് ഓഫ് സൺ ആൻഡ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് NCERT വരുന്ന കാര്യങ്ങളാണ്, ഡിസ്കസ് ചെയ്ത് പോകുന്ന ഭാഗങ്ങളാണ്. ഇത് ഓരോന്നും കൃത്യമായിട്ട് ഒരു ധാരണ മക്കൾ ഉണ്ടാക്കി വെക്കണം. അടുത്ത ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഹ്യൂമൻ ഐ ഇമേജ് ഫോർമേഷന്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസ്, ഹ്യൂമൻ ഐന്റെ കേസ്, ഇമേജ് ഫോർമേഷന്റെ കേസ്, പിന്നെ അതേപോലെ തന്നെ കറക്ഷൻ ഓഫ് ഐ ഡിഫക്ട്സിന്റെ കേസ്, മയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ പോലുള്ള സംഭവങ്ങളുടെ കറക്ഷന്റെ കേസ് യൂസിംഗ് ലെൻസസ്, ലെൻസ് ഉപയോഗിച്ച് എങ്ങനെ അതിന് സൊല്യൂഷൻ കാണാനുള്ള കേസസ്, പിന്നെ മൈക്രോസ്കോപ്സ് ആൻഡ് ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പുകളുടെ കേസ്, അതിന്റെ മാഗ്നിഫൈങ് പവേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വേവ് ഒപ്റ്റിക്സിലേക്ക് കടക്കുന്ന സമയത്ത് വേവ് ഫ്രണ്ട്, ഹൈഗൻസ് പ്രിൻസിപ്പിൾ, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ്, പ്ലെയിൻ സർഫസ് യൂസിംഗ് വേവ് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവണം. പിന്നെ പ്രൂഫ് ഓഫ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ യൂസിംഗ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ, ഇന്റർഫറൻസ്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ ഫ്രിഞ്ച് വിഡ്ത്ത്, കൊഹറന്റ് സോഴ്സസ് ആൻഡ് സസ്റ്റൈൻഡ് ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ്, ഇത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നെ ഡിഫ്രാക്ഷൻ ഡ്യൂ ടു സിംഗിൾ സ്ലിറ്റ്, വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവണം, ധാരണ വേണം. അടുത്ത കേസ് റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് ആൻഡ് ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് കാര്യങ്ങൾ നോക്കണം. പോളറൈസേഷൻ,
പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, ബ്രൂസ്റ്റേഴ്സ് ലോ, യൂസിംഗ് ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആൻഡ് പോളറോയിഡ്സ് എന്ന് പറയുന്ന കേസസ് കൃത്യമായിട്ട് നോക്കിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് അറിയണം. ഇനി ഡ്വൽ നേച്ചർ, കിർലോസ്കി ചാപ്റ്റർ നമ്മുടെ സ്വന്തം ചാപ്റ്റർ ആണ് ഡ്വൽ നേച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫോട്ടോലിറ്റിക് എഫക്ട്, ആ ചാപ്റ്ററിൽ മൊത്തം പറയുന്നതിനെ കുറിച്ചിട്ടാണ് അല്ലേ, അത് കൃത്യമായിട്ട് ധാരണ വേണം. ഹെർട്സ് ആൻഡ് ലെനാർഡ്സ് ഒബ്സർവേഷൻ, ആ എക്സ്പെരിമെന്റിനെ കുറിച്ച് മക്കൾക്ക് ഒരു ധാരണ വേണം. ഐൻസ്റ്റീൻസ് ഫോട്ടോലിറ്റിക് ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടിക്കൽ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് മക്കൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് മാറ്റർ വേവ്സിന്റെ കേസാണ്. വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസുമായി റിലേറ്റ് ചെയ്ത് പറയുന്ന മാറ്റർ വേവ്സ്, അതിന്റെ കോൺസെപ്റ്റുകൾ അറിയണം. ഡി ബ്രോഗ്ലി റിലേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/p, h/mv എന്ന് പറയുന്ന ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ മക്കള് ഒരു കേസ് ജസ്റ്റ് ഒന്ന് നോക്കി ഓടിച്ചു നോക്കിയിട്ട് കാര്യങ്ങൾ വെക്കുക കേട്ടോ. അടുത്ത കേസിലേക്ക് വരുന്ന സമയത്ത് ആറ്റംസ് ന്യൂക്ലിയർ കേസിലേക്ക് വരുന്ന സമയത്ത് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം, ബോർ മോഡൽ, എനർജി ലെവൽസ്, ഹൈഡ്രജൻ സ്പെക്ട്രം, കോമ്പോസിഷൻ ആൻഡ് സൈസ് ഓഫ് ന്യൂക്ലിയസ്, ആറ്റോമിക് മാസസ്, ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ, ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. റേഡിയോ ആക്ടിവിറ്റി, ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസ്, their properties, radioactive decay law, mass energy relation, mass defect, binding energy per nucleon and variation with mass number, nuclear fission and fusion എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ മക്കൾ നോക്കേണ്ടത്. പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസിലേക്ക് വരുന്ന സമയത്ത് എനർജി ബാൻഡ്സ് ആൻഡ് സോളിഡ്സ് വരുന്നുണ്ട്, കണ്ടക്ടേഴ്സിന്റെ കേസ്, ഇൻസുലേറ്റേഴ്സിന്റെ കേസ് കയറി വരുന്നുണ്ട്, സെമി കണ്ടക്ടേഴ്സ്, പിന്നെ ഡയോഡിന്റെ കേസ്, IV കാപ്സിസ് ഓഫ് ഫോർവേഡ് റിവേഴ്സ് ബയാസിന്റെ കേസ് വരുന്നുണ്ട്, ഡയോഡ് ആസ് റെക്ടിഫയർ, ഡയോഡിനെ എങ്ങനെ റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യും, ഒരുപാട് ഡിഫറെന്റ് കേസസ് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്, മക്കൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ IV കാപ്സിക്സ് ഓഫ് LED, ഫോട്ടോ ഡയോഡ്, സോളാർ സെല്ല്, സെനർ ഡയോഡ്, സെനറൊക്കെ ഇമ്പോർട്ടന്റ് കേസാണ്, ഉറപ്പായിട്ട് നോക്കുക. സെനർ ഡയോഡ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന കേസ്, ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ കേസ്, ട്രാൻസിസ്റ്റർ ആക്ഷന്റെ കേസ്, കാപ്സിക്സ് ഓഫ് ട്രാൻസിസ്റ്റർ ആസ് ആംപ്ലിഫയറിന്റെ കേസ്, പിന്നെ പലതരം ഗേറ്റുകൾ, അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യനുകൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ് എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് ഗേറ്റ്സ്, ലോജിക് ഗേറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ഉറപ്പായിട്ട് മക്കൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പുതിയ ടെക്സ്റ്റിൽ ആ ഒരു ചാപ്റ്ററിൽ മക്കൾക്ക് അറിയാം, എന്നാലും ജസ്റ്റ് അധികം ഒന്നും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട, എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് മക്കൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതിന്റെ എലമെന്റുകളെ കുറിച്ച് അറിയണം. ബാൻഡ് വിഡ്ത്ത് ഓഫ് സിഗ്നൽസ് അറിയണം. ബാൻഡ് വിഡ്ത്ത് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം അറിയണം. പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അറിയണം. സ്കൈ ആൻഡ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ അറിയണം. നീഡ് ഫോർ മോഡുലേഷൻ അറിയണം. പ്രൊഡക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് അറിയണം. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എൻഡ് യൂണിറ്റിൽ, ആ ഒരു എൻഡ് യൂണിറ്റിൽ 10ാമത്തെ യൂണിറ്റിൽ മക്കൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ സർ പ്രത്യേകം എടുത്ത് പറയാന്നുണ്ടെങ്കിൽ മക്കളെ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് പുതിയ നമ്മുടെ ലേറ്റസ്റ്റ് NCERT ടോപ്പിക്സ് ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളടത്ത് നമ്മൾ ചെയ്യും, ബാക്കിയുള്ള എക്സാംസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതെല്ലാം നടക്കുന്നത് പുതിയ സിലബസ് ബേസ് ചെയ്തുകൊണ്ടാണ്. പഴയ സിലബസിൽ ഏരിയാസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടുന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ സർ എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ് സിലബസ് എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും പുതിയ ലേറ്റസ്റ്റ് സിലബസ് വെച്ചിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന്റെ ശേഷം മാത്രം എന്തിന് പ്രയോറിറ്റി കൊടുക്കുക, നമ്മുടെ ഓൾഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അതായത് ലേറ്റസ്റ്റ് സിലബസിൽ ഇല്ലാത്ത ഓൾഡ് നമ്മുടെ NCERT ഉണ്ടായിരുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാം പറ്റുന്ന ആൾക്കാരെല്ലാം പഠിക്കുക, അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ ആദ്യം ഇത് പഠിച്ചിട്ട് പിന്നെ അത് പഠിക്കുക എന്നുള്ള സ്ഥാനത്തിലേക്ക് പോകാം കേട്ടോ. ആ ഉഷാറായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കട്ടെ. അടുത്തൊരു സെഷനായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇറ്റ്സ് ബി മഹ്റൂഫ്. ബൈ ബൈ.